നമസ്കാരം, കരുതൽ ന്യൂസിലേക്ക് സ്വാഗതം. MTP ആക്ട് പിൻവലിക്കണം. ഗർഭസ്ഥ ശിശുക്കളെ വധിക്കുവാനുള്ള നിയമമായ MTP ആക്ട് അഥവാ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എടുത്തു മാറ്റണമെന്ന് ഫാമിലി കമ്മീഷൻ ചെയർമാനും കൊല്ലം രൂപത അധ്യക്ഷനുമായ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി KCBC പ്രോ ലൈഫ് സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരള മാർച്ച് ഫോർ ലൈഫിന് കൊല്ലം രൂപത തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി. ജീവനെതിരായ എല്ലാ തിന്മകളും എതിർക്കപ്പെടേണ്ടതാണ്. പ്രധാനമായി വേണ്ടത് ഇത്തരം തിന്മകൾക്ക് ബദലായി ജീവന്റെ സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളതാണെന്നും ബിഷപ്പ് പറഞ്ഞു. കൊല്ലം രൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ ഫാദർ ഷാജൻ അധ്യക്ഷത വഹിച്ചു. ജീവസംരക്ഷണ സന്ദേശയാത്ര ക്യാപ്റ്റൻ ജെയിംസ് ആഴ്ചങ്ങാടൻ, ചീഫ് കോർഡിനേറ്റർ സാബു ജോസ്, സംസ്ഥാന ആനിമേറ്ററും രൂപത കോർഡിനേറ്ററുമായ ജോർജ് സേവ്യർ വലിയ വീട്, BCC ഡയറക്ടർ ഫാദർ അഡ്വക്കേറ്റ് ജോസ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ഇന്ന് നമുക്കറിയാം, നാം ആയിരിക്കുന്ന ഓരോ മണൽത്തരിയും ജീവരക്തത്തിൻ്റെ, നിഷ്കളങ്ക രക്തത്തിൻ്റെ കറ പുരണ്ടതാണെന്നുള്ള തിരിച്ചറിവ് കേരള ജനതയ്ക്ക് നൽകുന്നതിനായിട്ടാണ് ഞങ്ങൾ ഈ യാത്ര ഒരുക്കിയിരിക്കുക. അത് മറ്റൊന്നുകൊണ്ടുമല്ല, നമുക്കറിയാം, വർഷം തോറും പ്രതിവർഷം 1.5 കോടിയിലധികം കുഞ്ഞുങ്ങളാണ് അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് ഭാരതത്തിൽ നശിപ്പിക്കപ്പെടുന്നത്, കൊല ചെയ്യപ്പെടുന്നത്. ഇത് 1971 MTP ആക്ട് എന്ന മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന ആ ഭ്രൂണഹത്യാ നിയമത്തിൻ്റെ മറവിലാണ് ഇത്രത്തോളം കുഞ്ഞുങ്ങളെ കൊല ചെയ്തു കഴിഞ്ഞിരിക്കുന്നത്. നാം ആരും ഇതത്ര ഗൗരവമായിട്ട് കാണുന്നില്ല എന്നതുകൊണ്ടാണ് ഈ യാത്രയിലൂടെ ഞങ്ങൾ ഈ MTP ആക്ട് തന്നെ റദ്ദ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളും അസ്വസ്ഥമാണ്. കുടുംബങ്ങളിൽ ആത്മഹത്യകൾ പെരുകുന്നു, കൊലപാതകങ്ങൾ പെരുകുന്നു, ഭാര്യാഭർത്തൃ ബന്ധം തകരുന്നു. അത്തരത്തിലുള്ള എല്ലാ തിന്മകളുടെയും എല്ലാ പ്രവണതകളെയും പുറവിലെ പ്രോ ലൈഫ് രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ ഒരു ഉദരത്തിൽ വെച്ച് നിഷ്കളങ്ക ജീവനെ നശിപ്പിക്കുന്നതാണെന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങൾ ഈ യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. 10,000 പങ്കെടുക്കുന്ന ആ ഒരു മാർച്ച് ഫോർ ലൈഫ് ഏറ്റവും വിജയകരമാക്കി തീർക്കുവാൻ എല്ലാവരും എത്തിച്ചേരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പ്രോ ലൈഫ് മുൻ ഡയറക്ടർ ഫാദർ ജോയ്സൺ ജോസഫ്, ഫാമിലി അപ്പോസ്റ്റലേറ്റ് കോർഡിനേറ്റർ സിസ്റ്റർ മേഴ്സി, KCBC മധ്യവിരുദ്ധ സമിതി സംസ്ഥാന നേതാക്കൾ യോഹന്നാൻ ആന്റണി, AJ ഡിക്രൂസ്, KLCWA രൂപത ട്രഷറർ സുനിത എന്നിവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. സംസ്ഥാന ആനിമേറ്റർ സിസ്റ്റർ മേരി ജോർ FCC, മാർട്ടിൻ J ന്യൂനസ്, ആന്റണി പത്രോസ്, ജോയിസ് മുക്കടം എന്നിവരെ ആദരിച്ചു. തുടർന്ന് ജോയിസ് മുക്കടം ജീവൻ സംരക്ഷണ മാജിക് അവതരിപ്പിച്ചു. കരുതൽ ന്യൂസ്, കൊല്ലം.